കോൺക്രീറ്റ് പാതയിലൂടെ ആകാശ് സൈക്കിൾ ചവിട്ടുകയാണ്. പക്ഷേ മുന്നിൽ കാണുന്ന കാഴ്ചകൾക്കെല്ലാം ഒറ്റ നിറമാണ്. ഇരുട്ടിൻ്റെ, രാത്രിയുടെ കറുപ്പ് നിറം. കോട്ടയം ചിറക്കടവ് സ്വദേശി ബിജുവിൻ്റെയും സിന്ധുവിൻ്റെയും മകനാണ് ഈ 17-കാരൻ. ജന്മനാ കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ല. പക്ഷേ തോൽക്കാൻ ആകാശിന് മനസ്സുണ്ടായിരുന്നില്ല. മുന്നിലുള്ള ഇരുട്ടിനെ മറികടന്ന് 1/2 കിലോമീറ്ററോളം ദൂരം ആകാശ് സൈക്കിൾ ചവിട്ടും. 5ാം ക്ലാസ് മുതലാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. ആദ്യം തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ്റെ വീട്ടിലാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഓടിക്കും. ഇപ്പം 500 മീറ്റർ ആരുടെ സഹായമില്ലാതെ ഓടിക്കും. ഇരുൾ വീണ വഴികളിൽ സംഗീതമാണ് ആകാശിൻ്റെ കൂട്ട്. MG ശ്രീകുമാറിനെ കാണുക എന്നതാണ് ആഗ്രഹങ്ങളിലൊന്ന്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം MG ശ്രീകുമാറിനെ കാണുന്നതാണ് ആഗ്രഹം. അത് ഞാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് പഠിച്ച് മിടുക്കനൊക്കെ ആകുമ്പം ഒരു സംഗീത അധ്യാപകനാണെന്നും ആഗ്രഹമുണ്ട്. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും. അടുത്തേക്കെത്തുന്നവരുടെ നടപ്പിന്റെ ശബ്ദത്തിൽ നിന്ന് ആകാശ് ആളെ തിരിച്ചറിയും. വഴികൾ അകക്കണ്ണിൽ തെളിയും. ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഓട്ടോയിലൊക്കെ ഇരുന്ന് പോയി ഈ വണ്ടിയോടൊരു ഇതുണ്ട്. അപ്പോൾ ആ വണ്ടി പോകുന്നതും അതിൻ്റെ ഓരോ ഈ കയറ്റ ഇറക്കങ്ങളും ഈ റോഡിൽ കിടക്കുന്ന ഓരോ അടയാളങ്ങൾ വെച്ചാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സൈക്കിള് നല്ലതായിട്ട് ചവിട്ടി വരുന്നത്. ഈ ടയർ ഹാൻഡിലും തമ്മിലുള്ള ആ ഒരു ഇത് വെച്ച് ആ റോഡ് പരിക്കൻ റോഡാണോ അല്ലെങ്കിൽ കട്ടറാണോ എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ നന്നായിട്ടൊരു 1/2 കിലോമീറ്ററോളം ഏകദേശം നല്ലതായിട്ട് വണ്ടി ഓടിക്കും, സൈക്കിൾ ഓടിക്കും. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ. ആകാശിന്റെ വഴികളിൽ എല്ലാം ഇരുട്ടാണ്. പക്ഷേ ആ അന്ധകാരം നിറഞ്ഞ വഴികളിലും അവന് മുന്നിലായി ഒരു മിന്നാമിനുങ്ങ് കത്തുന്നുണ്ട്. അത് അവന്റെ സംഗീതമാണ്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ ആകാശിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ആകാശിൻ്റെ ജീവിതമൊക്കെ ഒരുപാട് പേർക്ക് വലിയൊരു പ്രേരണയാണ്, പ്രചോദനമാണ്. കാരണം തൻ്റെ വൈകല്യത്തെയൊക്കെ പ്രതിഭ കൊണ്ട് മറികടന്ന മിടുമിടുക്കനാണ് ആകാശ്. അപ്പം ആകാശിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷിനോജ്? നമ്മൾ ഈ പ്രതിഭയാണ്, പ്രതിഭാസമാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത്തരത്തിലൊരു കക്ഷിയാണ് ഈ ആകാശ്. 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജന്മന തന്നെ 100% കാഴ്ചയില്ല. പക്ഷേ 1/2 കിലോമീറ്ററോളം ദൂരം, വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരം സൈക്കിൾ ചവിട്ടും, സ്വന്തമായി സൈക്കിൾ ചവിട്ടും. അമ്പലക്കുളത്തിൽ സ്വന്തമായി തന്നെ കുളിക്കാനായി പോകും. അത്തരത്തിൽ ഈ നാടിനെയും ഒക്കെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ പരിചയപ്പെട്ട് വന്ന സ്ഥലങ്ങളൊക്കെ തന്നെ കൃത്യമായി മനഃപ്പാടമാക്കിക്കൊണ്ട് വളവും തിരിവുമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആ നാട്ടിലെ ആര് വന്ന് സംസാരിച്ചാലും ആ ശബ്ദത്തിൽ നിന്ന് ആൾക്കാരെ മനസ്സിലാക്കും. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ആകാശ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രയാസങ്ങൾക്കിടയിലും ഈ വൈകല്യങ്ങൾക്കൊക്കെ ഇടയിലും ആകാശിൻ്റെ ഏറ്റവും വലിയ കൂട്ട് എന്ന് പറയുന്നത് അത് സംഗീതം തന്നെയാണ്. നമ്മളിപ്പോൾ കേട്ടു, ആകാശ് പാടുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് പാടുന്നത്. കഴിഞ്ഞ 10 വർഷമായി ശാസ്ത്രീയ സംഗീതം ആകാശ് അഭ്യസിക്കുകയാണ്. അത്തരത്തിൽ സംഗീതമാണ്, ഒരു സംഗീത അധ്യാപകനാകണമെന്നൊക്കെയാണ് ആകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റൊരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് അത് MG ശ്രീകുമാറിനെ നേരിട്ട് കാണണമെന്നതാണ് ആകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഒരുപക്ഷെ ഈ വാർത്ത ഇപ്പോൾ വന്നതോടുകൂടി ഒരുപക്ഷെ ഈ MG ശ്രീകുമാർ എവിടെ നിന്നെങ്കിലും ഈ വാർത്ത കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ആകാശിൻ്റെ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആകാശിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിരിക്കും. ആകാശിൻ്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കും. ആകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് MG ശ്രീകുമാറെ നേരിട്ട് കാണുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം ഈ വാർത്തയിലൂടെ സബലീകരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തന്നെയാണ് ഷിനോജ്. ഈ ആകാശിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതിലൂടെ സഫലമായി തീരട്ടെ. MG ശ്രീകുമാർ അദ്ദേഹം ഈ വാർത്ത എന്തായാലും കാണാൻ ഇടവരട്ടെ. അങ്ങനെ ആകാശിൻ്റെ സ്വപ്നങ്ങൾ അത് പൂവണിഞ്ഞ് തീരട്ടെ. അത് ഈ ആകാശിൻ്റെ ആഗ്രഹം പോലെ ഒരു വലിയൊരു പാട്ട് ടീച്ചറായിട്ടൊക്കെ മാറട്ടെ. MG ശ്രീകുമാർ എത്രയും വേഗം കാണാനുള്ള ഒരു അവസരം മാതൃഭൂമി ന്യൂസിലൂടെ ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ശരി.